ലോകം കീഴടക്കാൻ കുതിക്കുന്ന ചൈനയെ തടഞ്ഞു നിർത്താൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഈ ചോദ്യത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്ക തന്നെ ഇപ്പോൾ ഉത്തരം നൽകിയിരിക്കുകയാണ്. ചൈനയുടെ കുതിപ്പിന് കടിഞ്ഞാണിടാൻ ഭൂമിയിൽ ഒരേ ഒരു രാജ്യത്തിന് മാത്രമേ സാധിക്കൂ, അത് ഇന്ത്യയാണ്. അമേരിക്കയുടെ ഈ തുറന്നു പറച്ചിൽ ആഗോളതലത്തിൽ ഭാരതത്തിന്റെ സാങ്കേതിക കരുത്തിനുള്ള ഏറ്റവും വലിയ അംഗീകാരമായി മാറുകയാണ്. 2026 9ാമത് USIS-PF ലീഡർഷിപ്പ് ഉച്ചകോടിയിലാണ് ഇന്ത്യയുടെ സാങ്കേതിക കുതിച്ചുചാട്ടത്തെ അമേരിക്ക വാനോളം പുകഴ്ത്തിയത്. സാമ്പത്തിക വളർച്ചയ്ക്കുള്ള US അണ്ടർ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ജേക്കബ് ഹെൽബർഗ് പറഞ്ഞത് അമേരിക്കയ്ക്ക് ഇനി ഇന്ത്യയെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ്. എഞ്ചിനീയറിംഗ് പ്രതിഭകളുടെ എണ്ണത്തിലും സാങ്കേതിക വിദ്യയിലെ നൈപുണ്യത്തിലും ചൈനയോട് കിടപിടിക്കാൻ ലോകത്ത് ഇന്ത്യക്ക് മാത്രമേ സാധിക്കൂ എന്ന് അമേരിക്കൻ ഭരണകൂടം ഔദ്യോഗികമായി തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ചൈനയുമായിട്ടുള്ള അമേരിക്കയുടെ സാങ്കേതിക മത്സരം ദിനംപ്രതി ശക്തമാകുന്ന സാഹചര്യത്തിലാണ് വാഷിംഗ്ടൺ ഇന്ത്യയെ നിർണായക പങ്കാളിയായി ചേർത്ത് പിടിക്കുന്നത്. ഇന്ത്യയിലെ വലിയ ജനസംഖ്യയും അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് യുവത്വവും ഇന്ത്യയെ ആഗോള സാങ്കേതിക ഭൂപടത്തിൽ സവിശേഷമായ ഒരു ശക്തിയാക്കി മാറ്റുന്നുവെന്ന് ഹെൽബർഗ് ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വെറുമൊരു വലിയ വിപണി മാത്രമല്ല, കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന അത്യാധുനിക സാങ്കേതിക ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്നതിൽ ഭാരതം നൽകുന്ന സംഭാവനകൾ അവിശ്വസനീയമാണെന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത്. ഇനി വരാൻ പോകുന്ന AI യുഗത്തിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിൽ അമേരിക്ക ലക്ഷ്യമാക്കുന്നത് ഇന്ത്യയുമായി ചേർന്നുള്ള ഒരു സംയുക്ത പ്രവർത്തനമാണ്. AI സാങ്കേതിക വിദ്യയെ ഇന്ത്യ ഒരു ദേശീയ മുൻഗണനയായി കാണുന്നുവെന്നും ഭാവിയെ നേരിടാൻ ഇന്ത്യ പൂർണ്ണമായും സജ്ജമാണെന്നും അമേരിക്ക തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കരുത്തുള്ള ഇന്ത്യയുമായി ചേർന്ന് ഒരു ഷെയർഡ് ഡെവലപ്പർ എക്കോസിസ്റ്റം കെട്ടിപ്പടുക്കാനാണ് വാഷിംഗ്ടൺ ഇപ്പോൾ ശ്രമിക്കുന്നത്. അതായത് അമേരിക്കയിലെയും ഇന്ത്യയിലെയും എഞ്ചിനീയർമാർ തങ്ങളുടെ വൈദഗ്ധ്യം പങ്കുവച്ച് ഭാവി സാങ്കേതിക വിദ്യകൾക്കായി ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സംയുക്ത ശൃംഖലയാണ് ഷെയർഡ് ഡെവലപ്പർ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഈ സാങ്കേതിക മുന്നേറ്റത്തിൽ ഇന്ത്യയും അമേരിക്കയും ഒറ്റക്കെട്ടായിട്ടാണ് നീങ്ങുന്നത്. സാങ്കേതിക വിദ്യയുടെ ലോകത്ത് പാശ്ചാത്യ രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന കാലം എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു. ചൈനയെ പോലൊരു വമ്പന നേരിടാൻ അമേരിക്കയ്ക്ക് പോലും ഭാരതത്തിന്റെ ബുദ്ധിശക്തിയും യുവത്വവും ആവശ്യമായി വന്നിരിക്കുന്നു എന്നത് പുതിയ ലോകക്രമത്തിന്റെ വ്യക്തമായ സൂചനയാണ്. വെറും ഉപഭോക്താക്കളിൽ നിന്നും ലോകത്തെ നിയന്ത്രിക്കുന്ന നിർമ്മാതാക്കളായി സാങ്കേതിക രംഗത്തും ഇന്ത്യ ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത സൂപ്പർ പവറായി മാറിക്കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമാണ് അമേരിക്കയുടെ ഈ വാക്കുകൾ. മിസ്റ്റർ സൃഷ്ടി മലയാളം.